അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ ഇസ്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതിനുശേഷമുള്ള വിചാരണയെക്കുറിച്ചുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മരണാനന്തരമുള്ള വിചാരണയിൽ 2 കൂട്ടരെക്കുറിച്ച് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം അവർ നല്ലവരായി ജീവിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രേഖ എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ രേഖ അവർക്ക് വലതു കൈയിലാണ് നൽകപ്പെടുക. അവരെ നമ്മൾ വലതുപക്ഷക്കാർ എന്നാണ് ജീവിതത്തിന്റെ വിളിക്കുന്നത്. രേഖ എന്ന് പറയുമ്പോൾ അവര് ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങൾ, യെസ്. സൽക്കർമ്മങ്ങളായിരിക്കും അവർക്ക് അവർക്ക് കൂടുതലുണ്ടാവുക. കൂടുതലുണ്ടാവുക. അപ്പോൾ ആ കർമ്മങ്ങളിലുള്ള രേഖ യെസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. കർമ്മങ്ങളുടെ രേഖ വലത് കൈയിൽ ലഭിക്കുന്നവർ അവരാണ് വലതുപക്ഷക്കാർ. തിന്മകൾ കൂടുതലായിട്ട് ചെയ്ത ആളുകൾ അവർ ഇടതുപക്ഷക്കാരാണ്. അവരുടെ ജീവിതത്തിന്റെ രേഖ അല്ലെങ്കിൽ കർമ്മങ്ങളുടെ രേഖ അത് ഇടത് കൈയിലാണ് ലഭിക്കുക. അപ്പോൾ ഈ വലതുപക്ഷക്കാർ അതിനെക്കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതിൽ അങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എന്താണ് അവരിൽ പെടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു ക്യൂരിയോസിറ്റി സ്വാഭാവികമായിട്ടുണ്ടാവും. ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അതെ. 90-ാം അധ്യായം സൂറത്തുൽ ബലദിൽ 11 മുതൽ 18 വരെയുള്ള വചനങ്ങളിലാണ് കാര്യമായിട്ട് ഈ ഒരു വിഭാഗത്തെക്കുറിച്ച്, വലത് പക്ഷത്തെക്കുറിച്ച് പറയുന്നത്. വലത് കൈയിൽ ഒരു ഗ്രന്ഥം ലഭിക്കുന്ന, രേഖ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം അള്ളാഹു പറയുന്നത് ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. അള്ളാഹു ആദ്യം പറഞ്ഞത് ഫലഖതഹമൽ അഖബ, എന്നിട്ട് അവൻ ചുരമാർഗത്തിൽ തിരക്കി കടന്നില്ല എന്നാണ്, ധൃതിപ്പെട്ടു പോയില്ല എന്നാണ്. അപ്പോൾ ഈ ചുരമാർഗം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണ ഒരു ചുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുറച്ച് പ്രയാസകരമാണ്. ആ കയറ്റം ഇങ്ങനെ കയറി പോകുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായ ഒരു ദൗത്യമാണ്. അപ്പോൾ അള്ളാഹു ഇവിടെ പറയുന്നത് ശരിക്കും അതാണ്. അവൻ ആ പ്രയാസകരമായ മാർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഒരു ആക്ഷേപ രൂപത്തിൽ അള്ളാഹു പറയാണ് വമാ അദ്റാകമൽ അഖബ. ആ ചുരമാർഗം അല്ലെങ്കിൽ ആ പ്രയാസത്തിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിനക്കറിയുമോ? അതായത് കുറച്ച് പ്രയാസകരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അതെ, നിങ്ങൾക്ക് ഈ വിഭാഗത്തിൽ അതെ, ഉൾപ്പെടാൻ പറ്റുള്ളൂ. അതെ, അത് പൊതുവെ മനുഷ്യന്മാരെ ചെയ്യുന്നില്ല അതെ. എന്ന് എന്ത് ചെയ്യാണ് മനുഷ്യന്മാരെ കുറച്ചൊന്ന് ആക്ഷേപ സ്വരത്തിൽ ഖുർആൻ പറഞ്ഞുകൊണ്ട് എന്തോ കുറച്ച് പ്രയാസകരമായ എന്നാൽ അത് ചെയ്താൽ വലതുപക്ഷക്കാരില്ല, അതായത് നന്മയുള്ള ആളുകളിൽ പെടും. അതെ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി വിശദീകരിക്കാൻ പോകുന്നത്. ആ പ്രയാസമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണി പറയാണ് ഇനി. ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഫക്കു റഖബ, അടിമയെ വിടുതലാക്കുന്നതാണ്, അടിമയെ മോചിപ്പിക്കലാണ് ഒന്നാമത്തെ പ്രയാസമുള്ള കാര്യം. കാരണം അടിമത്വ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പണം ചെലവഴിക്കേണ്ടുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അടിമകളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അവരുടെ ജോലി ആവശ്യങ്ങൾ, അതുപോലെ വീട്ടിലെ സഹായങ്ങൾ, ഭാരമേറിയ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ് അടിമകൾ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകളായിരുന്നു അടിമകൾ യജമാനന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെ മോചിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സ്വാഭാവികമായിട്ടും നല്ല പണം ചെലവഴിച്ചാൽ മാത്രമേ യജമാനന്മാർ അടിമകളെ മോചിപ്പിക്കാൻ സന്നദ്ധരാകുള്ളൂ. അപ്പോൾ അടിമമോചനം ആ പ്രയാസകരമായ കാര്യമായി ഇസ്ലാം എന്നാണ്. ഇവിടെ തന്നെ അടിമത്വവുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിൻ്റെ ഒരു സമീപനം തന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പല സ്വഹാബിമാരും, ഇപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ചകളിലും അടിമമോചനത്തിന് ശ്രമിക്കാറുണ്ടായിരുന്നു. അല്ല, ഇതിൽ നമുക്ക് ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ അടിമമോചനം എന്നുള്ളത് അത്രമേൽ അതെ, നമുക്ക് കാണാൻ പറ്റും. ഓരോ കാര്യങ്ങൾക്കും ഇപ്പം സൂര്യഗ്രഹണം ഉണ്ടായാൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക, അതെ, ചന്ദ്രഗ്രഹണം ഉണ്ടായാൽ അടിമയെ മോചിപ്പിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാക്കുക, അതെ. അടിമത്തത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കുക എന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾക്ക് പ്രായശ്ചിതമായി അടിമകളെ മോചിപ്പിക്കുക. ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് അടിമമോചനം എന്നുള്ളത് അത്രമേൽ വ്യാപകമാക്കുകയും അത്രമേൽ പുണ്യപ്രവൃത്തിയാക്കുകയും ചെയ്യാണ്. എന്നിട്ട് ഇവിടെ പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ അവർക്ക് കുറച്ച് പ്രയാസകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അത് ചെയ്യുന്ന കൂട്ടത്തിലും എന്ത് ചെയ്യാണ്, ഈ അടിമയെ മോചിപ്പിക്കുന്നവരാണവർ എന്ന് പ്രത്യേകം എടുത്തു പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ ഈ ഒരു അടിമത്തം അല്ലെങ്കിൽ ഒരു അടിമയായിരിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് ഒരു പ്രയാസകരമായ, അത്യന്തം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം ആയിട്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അല്ലെങ്കിൽ അത് പിന്നെ അതൊരു നല്ല ഒരു സംഭവമായിട്ടല്ല പറയുന്നത്, മറിച്ച് നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളത് അത്രമേൽ പുണ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഖുർആനിൻ്റെ ഒരു പൊതുവായ നയം അതാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഖുർആനിലും ഹദീസിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്വതന്ത്രനെ അടിമയാക്കുക എന്നുള്ളത്. അത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു സ്വതന്ത്രനെ അടിമയാക്കി വെക്കുന്ന അവനെതിരെ പടച്ചവൻ നാളെ അതെ. സാക്ഷി പറയുന്നതാണ്. പടച്ചോ സാക്ഷി പറയുന്നതാണ്. അത്രയും ഗൗരവത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരാളെ കീഴ്പ്പെടുത്തി അടിമയാക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലടക്കം നമുക്ക് യൂറോപ്പിലൊക്കെ ആഫ്രിക്കയിലൊക്കെ പോയി അവിടെയുള്ള ആളുകളെ അടിമകളാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന അടിമച്ചന്തകളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അങ്ങനെ ഒരു നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിൽ ഒരു സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരാളെ അടിമയാക്കുക എന്നുള്ളത് ഒരു നിലക്കും പാടില്ല. അങ്ങനെ ചെയ്താൽ പടച്ചോ നിങ്ങൾക്കെതിരെ നാളെ സാക്ഷി നിൽക്കുന്ന അത്രയും ഗൗരവകരമായ ഒരു തിന്മയായിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രം ആകെ ബാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യുദ്ധത്തിലൂടെ പിടിക്കപ്പെടുന്ന ആളുകൾ, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ മുമ്പ് കാലത്ത് അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അതായത് രണ്ട് ആളുകൾ തമ്മിൽ യുദ്ധം നടക്കുന്നു, കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് പിടിച്ചാൽ അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു പൊതുവിൽ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ അത് പിന്നെ അവരെ ഒറ്റയടിക്ക് കൊല്ലാതെ അവരെ അടിമകളാക്കി അല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള കൊന്നാലവിടെ പ്രത്യേകിച്ച് പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. പ്രൊഡക്ടിവിറ്റി ഒന്നുമില്ല. ഇതാവുമ്പോൾ യെസ്, യുദ്ധ തടവുകാരാകുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അതെ അതെ എന്നാൽ അതേ സമയം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ജയിൽ പുള്ളികൾക്ക്, തടവുകാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ ഇസ്ലാം വലിയൊരു പുണ്യമായിട്ട് അതെ പറയുന്നത് അതെ നമുക്ക് കാണാൻ അതെ കഴിയും. ഇപ്പോൾ ഖുർആനിലെ തന്നെ ചില ആയത്തുകളിൽ വളരെ കൃത്യമായി ഈ ആ, ഉസാറ എന്നാണ് അവരെ കുറിച്ച് പറയുക, അതായത് തടവ് പുള്ളികൾ എന്നാണ് പറയുക. അവർക്ക് വേണ്ടി ഈ അസീർ എന്നൊക്കെ പറയുന്ന പദപ്രയോഗങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക. മിസ്കീനം വയത്തീമം വയത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം മിസ്കീനം വയത്തീമം വയതീമൻ വഅസീറ. വഅസീറ. പാവപ്പെട്ടവന്, അനാഥന്, തടവ് പുള്ളിക്ക് ഭക്ഷണം കൊടുക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്ന വചനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രത്തോളം ആ വിഷയത്തിൽ ഒരു മനുഷ്യത്വപരമായ സമീപനം, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ടിൽ ആ ഒരു സമയത്തൊക്കെ യൂറോപ്യന്മാർ ഏതൊരു രൂപത്തിലായിരുന്നു അടിമത്തം, അങ്ങനെയല്ല ഇസ്ലാം അടിമത്തത്തെ നോക്കിക്കണ്ടിരുന്നത് എന്നതും ഈ വിഷയം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാത്രമല്ല കാര്യം. ഈ യുദ്ധബന്ദികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുമ്പ് അവരെ കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്, പിന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി. അവിടെയും ഇസ്ലാം വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പിടിച്ചാൽ ബന്ദികളാക്കുക എന്നുള്ളതല്ല ഖുറാൻ പറയുന്നത് വെച്ചാൽ അവരെ ഒന്നുകിൽ യുദ്ധത്തിന് ശേഷം ആ ഒരു ഹോസ്റ്റിലിറ്റിക്ക് ശേഷം അവർ വിട്ടയക്കുകയോ അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഹദീസുകളിൽ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആകെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ അവർ അത്രമേൽ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചു വെക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള നമ്മളുടെ ഭാഗത്ത് നിന്ന് പോയിട്ടുള്ള ബന്ദികളെ അവർ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ബന്ദി കൈമാറ്റം ചെയ്യാം, അതും അല്ലെങ്കിൽ വിട്ടയക്കം ചെയ്യാം. നമുക്ക് പല സ്ഥലങ്ങളിലും ഇസ്ലാമിക ചരിത്രത്തിൽ വിട്ടയച്ച സംഭവങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളെ കൊണ്ട് അക്ഷരം പഠിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത്, അതായത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു മോചനദ്രവ്യമായി പറയുകയും എന്നിട്ട് അവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ആ നിലക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ബന്ദികളായി പിടിച്ചാൽ തന്നെ അവരെ നിർബന്ധമായിട്ട് പണിയെടുപ്പിക്കണമെന്നും അല്ല പറയുന്നത്, മറിച്ച് ബാക്കി എല്ലാ ഓപ്ഷൻസും കൊടുത്തു. അവരെ വെറുതെ വിടാം, അതേപോലെ തന്നെ അവർ മോചനദ്രവ്യം വാങ്ങാം, അതേപോലെ തന്നെ കൈമാറ്റം ചെയ്യാം. ഇതൊന്നും പറ്റാത്തൊരവസ്ഥ എല്ലാ സന്ദർഭങ്ങളിലും അത് പറ്റിക്കൊള്ളുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ മതി, എത്രത്തോളം ഹോസ്റ്റിലിറ്റിയാണ് അവിടെ ഉള്ളത്. അത് കേവലമായിട്ട് അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പം ഗാസയും പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ആ കൈമാറ്റമൊക്കെ എത്രത്തോളം കോംപ്ലക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവിടെ യുദ്ധം തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ഉള്ളത്. അപ്പോൾ ഇത് അത്ര സിമ്പിൾ അല്ല. ഒരു യുദ്ധം എന്ന് പറയുന്നത്, ഒരു ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. അപ്പോൾ പിടിക്കപ്പെടുന്ന ബന്ദികളെ പൊതുവിൽ വിട്ടയക്കുക അല്ലെങ്കിൽ അവരെ മോചനദ്രവ്യം വാങ്ങുക എന്നുള്ളതാണ് പൊതുവായ നിർദ്ദേശമെങ്കിലും ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, അവരെ പിടിച്ചു വെക്കേണ്ടി വരും. അങ്ങനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് മുമ്പ് കാലത്തുണ്ടായിരുന്ന വെച്ചാൽ അവരെ അടിമകൾ എന്ന് പറയാം. അവർക്കൊരു അവകാശങ്ങളും ഇല്ലാതെ അവർ ജീവിക്കുക എന്നുള്ളതായിരുന്നു മുൻകാല സമൂഹങ്ങളിലും അവിടെ പൊതുവെ നിലവിലുണ്ടായിരുന്നത്. അവിടെ മുൻകാലത്ത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ പദത്തിൽ അതിനെ വിശേഷിപ്പിക്കാം, മനുഷ്യത്വ വിരുദ്ധമായിരുന്നു അന്നത്തെ അടിമത്തം. അവരെ മനുഷ്യന്മാരായി കണക്കാക്കിയിരുന്നില്ല എന്ന് വെച്ചാൽ മതി. അപ്പൊ അവിടെ പക്ഷേ ഇസ്ലാം അവിടെ മാറ്റം വരുത്താം, നിങ്ങളുടെ സഹോദരനായി കണക്കാക്കണം. അതെ, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന് മാത്രമല്ല, അടിമ ഉടമ എന്നുള്ള വിളി പോലും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിളിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിന് തുടർച്ചയായിട്ട് വരുന്നത്. ആ വിളി പോലും മാറ്റുക എന്നുള്ളതാണ് അവിടെ അതിന് പ്രത്യേകമായിട്ടുള്ള ചില പദപ്രയോഗങ്ങളടക്കം ഖുർആൻ ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നിട്ട് പറയാണ്, നിങ്ങൾ തിന്നുന്നതിൻ്റെ കൂടെ നിങ്ങൾ തിന്നുന്നത് അവരെ നിങ്ങൾ തീറ്റിക്കുക, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് അവരെ നിങ്ങൾ വസ്ത്രം ധരിപ്പിക്കുക. നമ്മളുടെ മനസ്സിൽ ഈ അടിമ അല്ലെങ്കിൽ ബന്ദി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ല, മറിച്ച് യജമാനൻ ഇടുന്നത് പോലെയുള്ള അതേ
രൂപത്തിലുള്ള വസ്ത്രം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രാക്ടിക്കലായി സ്വഹാബികൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് സഹിഹ ഹദീസുകളിൽ കാണാൻ കഴിയും. അബൂദർ റളിയല്ലാഹു അൻഹു എന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി. ആ സ്വഹാബിയും അടിമയും ഒരിക്കൽ നടന്നു പോകുമ്പോൾ വേറൊരു സ്വഹാബി ചോദിക്കാണ്, ഒരേ വസ്ത്രമായിരുന്നു ഇട്ടത്. അടിമയും അബൂദർ എന്ന യജമാനനും ഒരേ വസ്ത്രമാണ് ഇടുന്നത്. അപ്പോൾ മറ്റേ സ്വഹാബി ചോദിക്കാണ്, നിങ്ങൾക്ക് ആ അടിമന്റെ വസ്ത്രം കൂടി കൂട്ടിയിരുന്നെങ്കിൽ, മേൽക്കുപ്പായായിരുന്നു അവർ രണ്ടുപേരും ധരിച്ചത്, അതും കൂടി കൂട്ടി നിങ്ങൾക്ക് മുഴുവൻ അറബികളിടുന്ന മുഴുവൻ ഒരു വസ്ത്രമാക്കി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് അവർക്ക് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. നമ്മൾ ധരിക്കുന്നതിൽ നിന്ന് അവർക്ക്. അപ്പോൾ ഞാൻ ധരിക്കുന്ന അതേ വസ്ത്രം ഈ അടിമയെ ഇടാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രത്തോളം പ്രാക്ടിക്കലി തന്നെ ഇതവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ മനുഷ്യത്വം എന്നൊരു ഒരു വശം ഇസ്ലാമിലെ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാടിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് കാണാം. അപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഇപ്പോഴും ഈ പ്രാക്ടിക്കാലിറ്റി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് യുദ്ധം നടന്നാൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അത് അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റ് ചെയ്യുക. അവര് മറ്റെല്ലാ പൗരന്മാരെ പോലെ ആവാൻ പറ്റൂല. അപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇവിടെ പിടിച്ചാൽ അവരെ എന്നെയും നിങ്ങളെയും പോലെ എന്ത് ചെയ്യാൻ പറ്റൂല, സ്വതന്ത്രമായി വിടാൻ പറ്റൂല. അവിടെ എന്തെങ്കിലുമൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വേണം. അതെന്തായിരിക്കണം എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ പോലും ആ ഒരു ഹോസ്റ്റിലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു പ്രശ്നം ഒന്ന് കെട്ടടങ്ങിയാൽ അവരുടെ മോചനം എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരിഹാരം. അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ഒരു ബാധ്യതയാണെന്ത്? അവരെ മോചിപ്പിക്കുക എന്നുള്ളത്. അതൊരു കുറച്ചൊരു പ്രയാസകരമായ ഒരു കാര്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ വലതുപക്ഷക്കാരിൽ പെടുള്ളൂ. മാത്രമല്ല, ഈ ബന്ദികളായ ആളുകൾക്ക് അവരുടെ മോചനത്തിന് വേണ്ട ഓപ്ഷൻസും ഖുർആൻ വെച്ചിട്ടുണ്ട്. മുഖാത്തബ എന്ന പേരിൽ അവർക്ക് ഇപ്പോൾ ഈ ഹോസ്റ്റലിറ്റീസ് ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു ബന്ദിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വയം ഒരു കരാർ എഴുതി ഉടമയിൽ നിന്നും മോചനം വാങ്ങാം. ഇത്ര കൊല്ലം ഞാൻ നിങ്ങളുടെ കീഴിൽ പണിയെടുക്കാം. അതിനൊരു വാല്യൂ നിശ്ചയിച്ചുകൊണ്ട്. മാത്രമല്ല, ഇനി അവർക്കത് വാല്യൂ പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് അവരെ സഹായിക്കണം എന്നാണ്. എന്നുവെച്ചാൽ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചിട്ട് വേണം ഈ സ്വയം മോചനം ആഗ്രഹിക്കുന്ന ആൾക്ക് മോചനം കൊടുക്കുക ഇസ്ലാമിക രാഷ്ട്രത്തിൽ. അപ്പൊ ഇത്രത്തോളം എന്നുവെച്ചാൽ പ്രാക്ടിക്കലി വരാനുള്ള വഴി എല്ലാം അടക്കുകയും ഒന്ന് മാത്രം ബാക്കിയാക്കുകയും അതിൽ തന്നെ മോചനം പ്രോത്സാഹിപ്പിക്കുകയും ഇനി അതല്ലാത്ത ആളുകൾക്ക് സ്വയം മോചിപ്പിക്കാനുള്ള അവസരങ്ങൾ. അങ്ങനെ അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ സാങ്കേതികമായി അതിൻ്റെ എല്ലാ നിലക്കുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും സാമൂഹികമായി അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി മാത്രം ബാക്കിയാക്കുകയും ചെയ്യുകയും എന്നിട്ടും അവസാനം അതിൽ നിന്ന് എല്ലാത്തിനുള്ള മോചനം ആണ് ഈ യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി എന്ന് പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് അടിമമോചനാണ് ആ പ്രയാസകരമായ വഴികളിൽ ഒന്ന്. മറ്റൊരു പ്രയാസകരമായ വഴി പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രയാസകരമായ മറ്റൊരു കാര്യം. ശരിയാണ്, നമുക്ക് എല്ലാ സുഖലോലുപതി ഉള്ള ഒരു സമയത്ത്, ഭക്ഷണം സുഭിക്ഷമായി ഉള്ള ഒരു സമയത്ത് കൊടുക്കൽ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ ഭക്ഷണം ഭക്ഷിക്കുന്നതിൽ കൊടുത്താൽ മതി. പക്ഷെ മറ്റേത് നമ്മൾ പട്ടിണി എടുക്കുകയാണ്, നമ്മൾ വിശപ്പ് അനുഭവിക്കട്ടെ, എന്നിട്ട് ആ വിശപ്പ് അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവന്റെ വിശപ്പ് അകറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയങ്കര പ്രയാസകരമായ ഒരു ദൗത്യമാണ്. ഇതും വലതുപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. പിന്നെ യതീമൻ ദാ മഖ്റബ, ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ള അനാഥകൾ ഉണ്ടാകും. അനാഥകൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കേണ്ട ഭക്ഷണം, വസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ മിസ്കീനൻ ദാ മത്രബ, അല്ലെങ്കിൽ മണ്ണ് പുരണ്ട, അതായത് കടുത്ത ദാരിദ്ര്യമുള്ളൊരു സാധുവിനാണ് ഉദ്ദേശിക്കുന്നത്. കടുത്ത ദരിദ്രൻ, അങ്ങനെയുള്ള ഒരു ദരിദ്രനെ സഹായിക്കുക. ഇതൊക്കെയാണ് ആ പ്രയാസകരമായ വഴി എന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം അള്ളാഹു പറയണം, സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹബ്. പിന്നെ അതിന് പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവനായിത്തീരുകയും ഉണ്ടായില്ല. അപ്പോൾ ഈ വലതുപക്ഷക്കാർ പെടാത്ത ആളുകളെ കുറിച്ച് പറയാം. വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയോ കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയോ ചെയ്യാത്തവർ അവർ വലതുപക്ഷക്കാരല്ല എന്ന രൂപത്തിൽ പറയാണ്. പിന്നെ ഉലൈക അസ്ഹാബുൽ മൈമന, ഇനി ഈ വിഭാഗം, ഈ നന്മകളൊക്കെ ചെയ്ത വിഭാഗക്കാരാണ്, അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഈ നിലക്ക് ഒരു ആത്യന്തികമായ വിധിനിർണ്ണയത്തിൽ അവിടെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിന്റെ ഏറ്റവും ആദ്യം എണ്ണീറ്റുള്ളത് തന്നെ എന്താണ്? ഈ പറഞ്ഞ അടിമമോചനം എന്നുള്ളതാണ്. പിന്നെ അനാഥകൾ, അതുപോലെ തന്നെ പിന്നെ പാവപ്പെട്ടവർ, അതുപോലെ തന്നെ ഈ പ്രയാസമുള്ളതോടൊപ്പം ദാനം ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം എണ്ണി പറയുകയാണ്. അപ്പോൾ ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന മാനവികത
ഇതാണ് ഇത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് പറ്റുന്ന ഇപ്പോൾ ബന്ദികളായ ആളുകൾ അല്ലെങ്കിൽ തടവുകാരായ ആളുകൾ അവരോട് നമുക്ക് കാരുണ്യം കാണിക്കുന്നതിനെക്കുറിച്ച് കുറേ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ളതും ഇന്ന് പ്രാക്ടിക്കലി നമുക്ക് പറ്റുന്നതും അനാഥകൾ, അതുപോലെ തന്നെ വിധവകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് സാധിക്കുന്നത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.